രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് കാസർഗോഡ് വിശേഷം? കാസർഗോഡ് നല്ല വിശേഷം. ഞങ്ങൾ ഇവിടുന്ന് മോർണിംഗ് ഷോ ആരംഭിക്കാനുള്ള പരിപാടികൾ, അതിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ റീജിയണൽ ലൈവും കൂടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് വലിയൊരു സംഘത്തെ കാസർഗോഡ് നിന്ന് കാണാം. മാത്രമല്ല കാസർഗോഡ് ആ നാട്ടുകാർക്കൊപ്പം അല്ലേ നമ്മുടെ മോർണിംഗ് ഷോ അങ്ങ് ഇറങ്ങുകയാണ്. മാത്രമല്ല കാസർഗോഡ് വേറെ വിശേഷം ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. വലിയൊരു സംഘം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെ, കാസർഗോട്ടെ മറ്റൊരു വിശേഷം രഞ്ജിത്ത്, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് അല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എന്നാൽ പ്രതിപക്ഷം പരിപാടികൾ ബഹിഷ്കരിക്കുകയാണ്. ഈ വലിയൊരു സാമ്പത്തിക ചെലവ് ശരിയാണ്, ഈ പല കാര്യങ്ങൾക്കും പൈസയില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടി സർക്കാർ നടത്തുന്നത് അത് ശരിയാണോ രഞ്ജിത്ത്? പരിപാടി ശരിയാണോന്ന് അറിയില്ല. ഏതായാലും വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാലിക്കടവിൽ ഇന്ന് സംസ്ഥാന തലത്തിലെ ഉദ്ഘാടനമാണ്. മെയ് 30 വരെ ഈ പരിപാടികൾ നീണ്ടു നിൽക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ സമാപനം തിരുവനന്തപുരത്താണ്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. എൻ്റെ കേരളം പ്രദർശനമുണ്ട്. അതോടൊപ്പം തന്നെ 500ഓളം പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ 4ാം വാർഷികം ആഘോഷിക്കുന്നു. 4ാം വാർഷികത്തിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും ഒരു പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത്. അതോടൊപ്പം മന്ത്രിമാരൊക്കെ പങ്കെടുക്കും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. പക്ഷേ ഈ നവകേരള യാത്ര പോലെ പരാതികൾ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോഴും നവകേരള യാത്രയിൽ സ്വീകരിച്ച പരാതികളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ നവകേരള യാത്രയിൽ സ്വീകരിക്കപ്പെട്ട പരാതികളെക്കുറിച്ച്, അന്ന് പരാതി സ്വീകരിച്ചതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് കിട്ടും. ഇന്നലെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആരോഗ്യകിരൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കുകയും മരുന്ന് കിട്ടുമെന്ന് ഉറപ്പാക്കുകയും എന്നാൽ മരുന്ന് ഇപ്പോൾ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആളുകളുടെ പരാതിയൊക്കെ വന്നിരുന്നു. ഏതായാലും ഇവിടെ പരാതികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇനി പരാതി സ്വീകരിച്ച് ഇവിടെ തന്നെ തീർപ്പാക്കുകയാണോ എന്നൊന്നും അറിയില്ല. ഈ 4ാം വാർഷിക ഉദ്ഘാടനം അതൊരു വലിയ പ്രദർശനവും വലിയ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെയുണ്ട്. 100 കോടി രൂപ അതിന് ചെലവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ 100 കോടി ചെലവാക്കി വലിയ തോതിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. അതെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരും. പക്ഷേ നവകേരള യാത്ര പോലെ തുടർച്ചയായ പരിപാടികളല്ല, എല്ലാ ദിവസവും പരിപാടി എന്ന തരത്തിലല്ല, എല്ലാ ദിവസവും യാത്ര എന്ന അർത്ഥത്തിലല്ല. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സ്ഥലത്തെത്തി അവിടെ വലിയ ഉദ്ഘാടനവും ചടങ്ങും ഒക്കെ നടക്കും. അപ്പോൾ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ശരി, എന്തായാലും പരിപാടികൾ നടക്കട്ടെ. അവിടുത്തെ നമ്മുടെ കാസർകോട്ടെ പരിപാടി പശ്ചാത്തലത്തിൽ അതാ നമ്മുടെ ബസ്സൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ലഹരിക്കെതിരെ റിപ്പോർട്ടർ ക്യാമ്പയിനും ഇന്ന് കാസർഗോഡാണ്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സന്ദേശവുമായി ഡോക്ടർ അരുൺകുമാർ നയിക്കുന്ന മോർണിംഗ് ഷോ കാലിക്കടവിൽ നിന്നല്ലേ തുടങ്ങുന്നത്? അതെ, കാലിക്കടവിലാണ് ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയും ഉള്ളത്. അപ്പോൾ നമുക്കൊപ്പം മന്ത്രിമാരും അതുപോലെ MLA മാരും ഒക്കെ ചേരുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് എതിർപ്പ് എന്ന് പറയാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ MLA മാരും ഒക്കെ നമുക്കൊപ്പം ചേരും. അതുപോലെ മന്ത്രിമാർ ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചേരും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെയൊക്കെ കോഴിക്കോട്ട് നടത്തിയതുപോലെ അല്ലെങ്കിൽ കേരളത്തിലാകെ നടക്കുന്ന ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന് പറയുന്ന നമ്മുടെ ലഹരി വിമുക്ത സന്ദേശവും ഉയർത്തിക്കൊണ്ടുള്ള മോർണിംഗ് ഷോ പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ എവിടെ ഈ ലഹരി വിരുദ്ധ സന്ദേശവുമായി മോർണിംഗ് ഷോ വെച്ചാലും ധാരാളം ആളുകൾ അതിലേക്ക് അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് വരാറുണ്ട്. ഇന്നലെ നമ്മൾ കോഴിക്കോട് അത് കണ്ടതാണ്. കാസർഗോഡ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സജ്ജീകരണം ഉണ്ടായിരിക്കും. നമ്മളവിടുത്തെ കോർഡിനേറ്റർ സുധി അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടർ അർച്ചനയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരിപാടിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. യെസ്, എന്തായാലും അടിപൊളി ആവട്ടെ രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികളൊക്കെ ഏറ്റെടുക്കുന്നത് അല്ലേ. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ്. ലഹരി വേണ്ട ലഹളയും വേണ്ട, അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. മറ്റൊന്ന് രഞ്ജിത്ത്, നമുക്കൊന്ന് നിലമ്പൂർക്ക് വരാം. അപ്പോൾ നിലമ്പൂരൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് മെല്ലെ കടക്കുകയാണല്ലേ. അപ്പോൾ ഈ എല്ലാ പാർട്ടികളും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഒറ്റ ചോദ്യം, PV അൻവറിൻ്റെ ഒരു സമ്മർദ്ദമൊക്കെ എന്തായിരിക്കും? ഫലം കാണുമോ UDF-ലൊക്കെ? എങ്കിൽ ഞാൻ നോക്കുമ്പോൾ PV അൻവറിൻ്റെ സമ്മർദ്ദം ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് PV അൻവറിൻ്റെ UDF പ്രവേശനം എന്നുള്ളതായിരിക്കും. തൃണമൂൽ കോൺഗ്രസിന് UDF-നകത്തേക്ക് പ്രവേശനം കിട്ടുമോ? രണ്ട് കാര്യത്തിലാണ് ഇപ്പോൾ PV അൻവർ ഉപാധി വെക്കുന്നത്. ഒന്ന് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ PV അൻവർ നേരത്തെ തന്നെ ഒരു ഉപാധി വെച്ചിരുന്നു. അവിടെ VS ജോയിയെ പോലെ ഒരു സ്ഥാനാർത്ഥി വരണം എന്നൊക്കെ ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ PV അൻവർ പറഞ്ഞിരുന്നു. അതായത് തൻ്റെ സ്ഥാനാർത്ഥി VS ആണ് എന്നൊരു പരസ്യ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കുന്നതിനൊക്കെ മുമ്പ് PV അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യുമോ? അതല്ല, അതിനേക്കാൾ പ്രാധാന്യം ഈ PV അൻവറിൻ്റെ പുതിയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിൽ അദ്ദേഹം നേതാവായിക്കൊണ്ട് വന്ന് അദ്ദേഹം ചേർന്നാണ് അങ്ങോട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക്. അപ്പോൾ ആ തൃണമൂൽ കോൺഗ്രസിന് UDF-ലേക്ക് ഒരു പ്രവേശനം കിട്ടുക എന്നുള്ളതിനായിരിക്കുമോ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നണി പ്രവേശനത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ UDF പറയുന്ന KPCC പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിൽക്കുകയും, എന്നാൽ മുന്നണി പ്രവേശനം, അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുന്നണി പ്രവേശനം നടന്നില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും മുന്നണി പ്രവേശനം സാധ്യമാകും എന്നൊരു ഉറപ്പായിരിക്കും PV അൻവറിന് വേണ്ടി വരിക. പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. മുന്നണി പ്രവേശനത്തിനുള്ള സമ്മർദ്ദം അദ്ദേഹം ശക്തമാക്കുകയാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ജയിച്ച് കയറിയാൽ മാത്രമേ, ഇതൊരു സെമി ഫൈനലാണ്, ആ സെമി ഫൈനലിൽ വിജയം ഉറപ്പാക്കിയാൽ അടുത്ത ഭരണം കിട്ടും. അല്ലെങ്കിൽ തുടർഭരണം എന്ന് പറയുന്ന ആശയമൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ വിജയ സന്ദേശ യാത്രകളും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തുടർഭരണം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷം വളരെ ആഞ്ഞു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെമി ഫൈനൽ എങ്ങനെയെങ്കിലും ഉറപ്പാക്കണം. അതിൽ PV അൻവറിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ആ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദം PV അൻവറിനുണ്ടാവും അല്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും PV അൻവറിന് വ്യക്തിപരമായി അവിടെ UDF ജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമുണ്ടാകണം. അദ്ദേഹം പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജി സമർപ്പിക്കുന്നത്. അപ്പോൾ പിണറായിസത്തിനെതിരെ രാജി സമർപ്പിച്ച് അദ്ദേഹം അവിടെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സന്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശം അവിടെ ജയിക്കണമല്ലോ. ജനങ്ങൾ കൂടി PV അൻവറിനൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ അവിടെ UDF ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ വന്നാലും UDF-നെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റൊരു വഴിയും PV അൻവറിനില്ല. ഇനി സ്വതന്ത്രമായി മത്സരിക്കാനൊക്കെ PV അൻവർ പോയാൽ സ്വാഭാവികമായിട്ടും അത് സഹായിക്കാൻ പോകുന്നത് LDF-നെ ആയിരിക്കും. അത്തരം മണ്ടത്തരങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നിലവിൽ ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് വേറെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കാം. അത് മാധ്യമ വാർത്തകളിൽ മാത്രം ഒതുങ്ങാനാണ് സാധ്യത. കാരണം അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആത്മഹത്യാപരമായിരിക്കും. LDF ജയിക്കുകയും PV അൻവർ രാജിവെച്ചതൊക്കെ വെറുതെ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഏതായാലും PV അൻവർ ഇപ്പോൾ UDF-നെ രണ്ട് കാര്യത്തിൽ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. ഒന്ന് PV അൻവറിൻ്റെ പാർട്ടിയുടെ മുന്നണി പ്രവേശനം, രണ്ട് PV അൻവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലാണ്. എന്നാൽ അപ്പുറത്ത് ആര്യടൻ ഷൗക്കത്തിൻ്റെ സമ്മർദ്ദം അതിനേക്കാൾ കൂടുതലാണ്. A ഗ്രൂപ്പ് മൊത്തം ഇളകി നിൽക്കുകയാണ്. അതാണ്. എന്തായാലും എല്ലാ കണ്ണുകളും രാഷ്ട്രീയ കേരളം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിലേക്ക്. തീരുമാനമൊക്കെ പെട്ടെന്നാവുമായിരിക്കും. ഈ മുനമ്പം കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ തുടർവാദം ഇന്ന് നടക്കും. ആധാരവും കോടതി ഉത്തരവുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രൈബ്യൂണൽ പരിശോധിച്ചിരുന്നു. അപ്പൊ എന്തായിരിക്കും ഇനി നടപടികൾ, രഞ്ജിത്ത്? പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതി, ഈ മുനമ്പ വിഷയത്തിൽ ആ നിയമ ഭേദഗതിയിലൂടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടി ട്രൈബ്യൂണലിൻ്റെ വിധി ഇപ്പോൾ നിർണായകമായിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കരുതിയത് വഖഫ് നിയമ ഭേദഗതി വരുന്നതോടുകൂടി ഇനി ട്രൈബ്യൂണലിൻ്റെ വിധിയൊന്നും ആവശ്യമില്ല, സ്വമേധയാ ആ കേസ് മുനമ്പൻ ജനങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ്. പക്ഷേ കിരൺ റിജ്ജു വന്ന് പറഞ്ഞു പോയിട്ടുള്ളത് നമുക്ക് കോടതിയിൽ, സുപ്രീം കോടതി വരെ പോകാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ട്രൈബ്യൂണൽ വിധി വളരെ നിർണായകമാണ്. പക്ഷേ ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്, അന്തിമ വിധി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കാരണം ഈ വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ട്രൈബ്യൂണൽ ഈ പറവൂർ കോടതിയിൽ നിന്നുള്ള രേഖകളൊന്നും വിളിച്ചു വരുത്താൻ കൂട്ടാക്കിയിട്ടില്ല. പറവൂർ കോടതിയിലെ വിധി എന്ന് പറയുന്നത് 1967 വിധിയാണ്. ഇത് വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറവൂർ കോടതിയിൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഈ വഖഫ് ട്രൈബ്യൂണൽ വിളിച്ചു വരുത്തിയാൽ ഈ കേസ്
ഈ പറയുന്ന പോലെ വഖഫ് ബോർഡിന് അനുകൂലമാവും. വിളിച്ചു വരുത്താൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അത് വഖഫ് ബോർഡിനെതിരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വഖഫ് ബോർഡ് വേഗം ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് അന്തിമ വിധി പറയരുത് എന്നൊരു നിർദ്ദേശം ട്രൈബ്യൂണലിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ട്രൈബ്യൂണൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം കേസ് വിളിച്ചുകൊണ്ട്, വളരെ പെട്ടെന്നാണ് കേസ് വിളിക്കുന്നത്. ഓരോ ദിവസവും കേസ് വിളിക്കുന്നുണ്ട്, സിറ്റിംഗ് ഇരിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വാദം കേൾക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരം വാദം കേൾക്കുകയും നിരന്തരം കേസ് പരിഗണിക്കുകയും ചെയ്യുന്നതോടുകൂടി പെട്ടെന്ന് വിധി പറയുക എന്നുള്ളതാണ് ട്രൈബ്യൂണൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ട്രൈബ്യൂണലിനോട് അന്തിമ വിധി പറയരുത് എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും നടപടിക്രമങ്ങൾ ട്രൈബ്യൂണൽ വേഗത്തിൽ പൂർത്തിയാക്കുന്നു. മൊഴിയെടുക്കാനുള്ള ആളുകളെയൊക്കെ മൊഴിയെടുക്കുന്നു, ആധാരങ്ങളും രേഖകളും ഒക്കെ പരിശോധിക്കുന്നു. അതിലൊരു പ്രശ്നമുള്ളത് പറവൂർ കോടതിയിൽ നിന്നുള്ള വളരെ നിർണായകമായ ഒരു രേഖ അത് വിളിച്ചു വരുത്തണം എന്നുള്ള വഖഫ് ബോർഡിൻ്റെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ വഖഫ് ബോർഡിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ആ രേഖ വിളിച്ചു വരുത്തുമോ എന്നറിയില്ല. കാരണം ആ രേഖ വിളിച്ചു വരുത്തിയാൽ അത് വഖഫ് ബോർഡിനാണ് അനുകൂലം. വിളിച്ചു വരുത്തുന്നില്ല എങ്കിൽ പറവൂർ കോടതിയിൽ പോയി അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കളക്ട് ചെയ്യുക, അത് കോടതിയിൽ ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വഖഫ് ബോർഡിന് വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ആ രേഖ ആ കോടതിയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം 67 ഡോക്യുമെൻ്റാണ്. വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ കോടതിയും തമ്മിലുള്ള ഇടപാടാണ്. അത് ഒരുപക്ഷെ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി സാധിക്കും. യെസ്, എന്തായാലും വി എസ് രഞ്ജിത്ത് ഒരുപാട് വാർത്തകൾ വി എസ് രഞ്ജിത്ത് നമുക്കായി പറഞ്ഞു. എന്തായാലും കാസർകോട്ടെ പരിപാടി ഉഷാറാവട്ടെ രഞ്ജിത്ത്. അപ്പൊ എന്തായാലും കുറച്ച് സമയത്തിനകം തന്നെ വലിയൊരു സംഘം കാസർഗോഡ് എന്ന് ചേരും. ഓക്കെ രഞ്ജിത്ത്, നമുക്കപ്പോൾ കാണാം. കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. നമുക്ക് കാസർഗോഡ് അങ്ങ് ഉഷാറാക്കാം. നമ്മുടെ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാം. ശരി.